സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയോ? വാക്ക്ഡ് ഔട്ട് ആയോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അതിനുള്ള യഥാർത്ഥ കാരണം? കാരണം 2 ദിവസത്തിനകത്ത് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പോസ്റ്റ് എത്തിച്ചിരുന്നു. എന്താണ് യഥാർത്ഥ സംഭവം? ഇങ്ങനൊരു സംഭവം കേൾക്കുന്നുണ്ട്, സിബിൻ പുറത്തായി, നാളെ എയർപോർട്ടിൽ എത്തുമെന്നൊക്കെ. എന്താണ് വാസ്തവം? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സിബിൻ പോയി എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായിട്ട് ഒത്തിരി പോസ്റ്റുകൾ കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, മെസ്സേജസ് കാണുന്നുണ്ട്, കമൻസ് കാണുന്നുണ്ട്. അപ്പോൾ സിബിൻ പോയോ ഇല്ലയോ എന്നുള്ള കേസ് അവിടെ നിൽക്കട്ടെ. ഞാൻ വൈകുന്നേരം വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു സിബിൻ 2 ദിവസത്തിനകത്ത് തിരിച്ചെത്തും, ഓക്കെ ആയിട്ട് അവരുടെ കീഴിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വൈകിട്ടല്ല, ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഏതാണ്ട് ഒരു സന്ധ്യയോടടുപ്പിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. ഈ പറയുന്ന ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ സിബിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. സിബിൻ്റെ മെൻ്റൽ പ്രഷർ അത്രത്തോളം കൂടുതലായിട്ട് എനിക്ക് പുറത്ത് നടക്കുന്ന അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ഒരു കാരണം പുറത്ത് നടക്കുന്ന സംഭവം സിബിനെ അറിയിക്കുകയുണ്ടായി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സിബിനെ ആ സംഭവം അറിയിക്കുകയുണ്ടായി. അതിനുശേഷം ഏഷ്യാനെറ്റും എൻഡമോൾ ഷൈനും ചേർന്ന് എന്തോ ഒരു മീറ്റിംഗ് ഇന്ന് വൈകിട്ട് കൂടിയതായിട്ടാണ്. ഇന്ന് രാവിലെയല്ല, ഉച്ച കഴിഞ്ഞതിന് ശേഷം കൂടിയതായിട്ടാണ് എനിക്ക് അറിയാൻ പറ്റിയത്. സിബിൻ പുറത്തായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു വാക്ക്ഡ് ഔട്ട് ആണ് എന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം സിബിൻ എൻ്റെ അടുത്ത് ഞാൻ ഇന്ന് അറിഞ്ഞത് പ്രകാരം സിബിൻ 2 ദിവസം കഴിഞ്ഞ് കറക്റ്റ് 2 ദിവസം കഴിഞ്ഞ് കയറും. മിക്കവാറും നാളെ തന്നെ കയറാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. എന്നിട്ടാണ് ഞാൻ വന്ന് നിങ്ങളോട് വീഡിയോ ഇടുന്നത്. സിബിൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരെ നമുക്ക് കാണാൻ പറ്റും, ഉറപ്പാണ്, 100% കൺഫേംഡ് എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഈ പറയുന്ന മീറ്റിങ്ങും കോപ്പുകളൊക്കെ നടക്കുന്നത്. എൻഡമോൾ ഷൈനും ഏഷ്യാനെറ്റും. എനിക്ക് തോന്നുന്നു ഈ പുറത്തെ സംഭവങ്ങൾ പറഞ്ഞതിനെ കുറിച്ചിട്ടായിരിക്കാം, പുറത്തെ സംഭവങ്ങൾ കാണിച്ചു കൊടുത്തല്ലോ അതിനെക്കുറിച്ചിട്ടായിരിക്കാം. ആ മീറ്റിംഗ് എന്തായി, അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അത് നാളെ ഞാൻ അറിയുവാണെങ്കിൽ പറയാം. ഇന്നിപ്പോൾ രാത്രി ഒരു വിവരവും ഇല്ല, ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം നാളെ ഞാൻ അതൊന്നുകൂടി ഒന്ന് തിരക്കിയിട്ട് വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനൊരു സംഭവം സിബിൻ എയർപോർട്ടിൽ വരെ എത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ ഈ സംഭവം സത്യമാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു മീറ്റിംഗ് ഏഷ്യാനെറ്റും എൻഡമോൾ ഷൈനും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. സിബിൻ്റെ കേസിലാണ് കൂടിയത്. സിബിൻ്റെ കേസിൽ ഞാൻ വൈകുന്നേരം അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ പറ്റും ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സിബിൻ്റെ വരവും പോക്കും തീരുമാനിക്കുന്നത്. എന്നിരുന്നാലും വരാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്നാണ് പറഞ്ഞിരുന്നത്. വരാൻ തന്നെയാണ് ചാൻസ്, നാളെ കയറാനാണ് ചാൻസ് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം മീറ്റിംഗ് നടന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ പല ചാനൽസും വലിയ ചാനൽസും സിബിൻ പോയി ഉറപ്പാണ്, 100% കൺഫേംഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല, പോയോ ഇല്ലയോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. മീറ്റിംഗ് കൂടിയിട്ടുണ്ട് എബൌട്ട് സിബിൻ കേസ്. സിബിൻ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയിച്ചു കൊടുത്തു. അപ്പോൾ ആ സംഭവങ്ങളെക്കുറിച്ചൊരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടാണോ അത് അറിയിച്ചു കൊടുത്തത്, അതോ അതിനകത്ത് വേറെ കുറച്ച് പേര്, എനിക്ക് അറിയില്ല. ആ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ, എത്രയെന്ന് പറഞ്ഞ് നമ്മളത് പറയും. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ എത്രയാണ് അറിഞ്ഞത്, ബാക്കി കാര്യങ്ങൾ അറിയിക്കുവാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.